നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം 3-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ശ്ലോകം 3. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. നാരായണായ നമ. 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 ആനന്ദചിന്മയ ഹരേ, സംസാരക്ലേശത്തെ അകറ്റുന്ന ഹരി ആനന്ദമയനും ചിന്മയനുമൊക്കെയാണ്. ബ്രഹ്മത്തെ നാം സച്ചിദാനന്ദം എന്ന് പറയാറുണ്ട്. ആനന്ദാത്ഖ്വലിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയത്നഭ്യസംവിശന്തി എന്ന് തൈത്തരീയോപനിഷത്ത് പറയുന്നുണ്ട്. അതായത് ആനന്ദത്തിൽ നിന്നുണ്ടായി ആനന്ദത്തിൽ സ്ഥിതി ചെയ്ത് ആനന്ദത്തിൽ ലയിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഇത് വളരെ സാന്ദ്രാർത്ഥമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. സത്യം അല്ലെങ്കിൽ ഉണ്മയാണ് സത്ത്. കേവല ബോധമാണ് ചിത്ത് അല്ലെങ്കിൽ മനസ്സ്. പരമശാന്തിയാണ് ആനന്ദം. സത്തും ചിത്തും ആനന്ദവും ആത്മാവിൻ്റെ വിശേഷണങ്ങളല്ല, അവ ആത്മസ്വരൂപങ്ങൾ തന്നെയാണ്. ആത്മാവിനെ സത്തെന്നും ചിത്തെന്നും ആനന്ദമെന്നും ചൈതന്യമെന്നുമൊക്കെ പറയാം. അതിൽ ഒരു വൈരുദ്ധ്യവുമില്ല. അവയെല്ലാം ഒന്ന് തന്നെയാണ്. പ്രപഞ്ച വസ്തുക്കൾക്ക് ആപേക്ഷിക സത്തയേ ഉള്ളൂ. വസ്തുക്കളുടെ ബോധവും ആപേക്ഷികമാണ് ഈ പ്രപഞ്ചത്തിൽ. അതിനാൽ ആപേക്ഷിക സത്തയും ആപേക്ഷിക ബോധവും നമുക്ക് നൽകുന്ന സുഖം എപ്പോഴും ആപേക്ഷികമായിരിക്കും. അവയ്ക്കൊന്നും ശാശ്വതത്വം ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ആപേക്ഷികത മാറിയാൽ ബ്രഹ്മം നമ്മളുടെ മനസ്സിൽ ശുദ്ധമായി തെളിയും. പാരമാർത്ഥിക സത്തയായ ആ ബോധം ആനന്ദത്തിൽ അധീനമായിട്ടുള്ളതാണ്. ആനന്ദമാണ് ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യം. പഠിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം സുഖത്തിന് വേണ്ടി തന്നെയാണല്ലോ, ആനന്ദത്തിന് വേണ്ടി തന്നെയാണല്ലോ. ഓരോ ആഗ്രഹത്തിൻ്റെയും സാഫല്യത്തിൽ നമുക്ക് സുഖമുണ്ടാകുന്നു. അത് സഫലീകൃതമായില്ലെങ്കിൽ ദുഃഖവുമുണ്ടാകുന്നു. ഊണിനെയും ഉറക്കത്തെയും ആശ്രയിച്ചുണ്ടാകുന്ന സുഖം ഒരിക്കലും ശാശ്വതമല്ല.
പക്ഷേ ആ സുഖവും ആനന്ദസ്വരൂപമായ ആത്മാവിൻ്റെ ഒരു രൂപം തന്നെയാണ്, മറ്റൊരു രൂപം തന്നെയാണ്. അതുപോലെ ഓരോ വസ്തുവിൻ്റെയും അസ്തിത്വവും ഓരോ വസ്തുവിനെയും കുറിച്ചുള്ള ബോധവും ആപേക്ഷികം മാത്രമാണ്. ഈ ആപേക്ഷികതകളെല്ലാം മാറിയാൽ ആ അവസ്ഥ കേവല സത്തയും കേവല ബോധവും കേവല ആനന്ദവുമാണ്. നമ്മുടെ സുഖത്തിനു വേണ്ടിയുള്ള അന്വേഷണം ഈ ആപേക്ഷികതയിൽ കുടുങ്ങുമ്പോൾ ആശകളായിത്തീരുന്നു. ആ ആശകൾ ആത്മാവിൻ്റെ ആവരണമായി വാസനാരൂപത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അതുതന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ മാറിയാൽ നമ്മളുടെ മറവുകളും മാറും, അവിടെ ആനന്ദം തെളിയും. മുക്തിപദം അതാണ്. സത്തും ചിത്തും ആനന്ദവും ആത്മനിഷ്ഠമാണ്. അഥവാ ആത്മാവ് തന്നെയാണ് സത്തും ചിത്തും ആനന്ദവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഒരു വൃക്ഷം കാണുന്നു. വൃക്ഷം ഒരു വിശേഷ വസ്തുവാണ്, ചെടി ഒരു വിശേഷമാണ്. അതുപോലെ ഓരോ വസ്തുവും ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വിശേഷം മാത്രമാണ്. അതുകൊണ്ട് അവയൊന്നിനെയും സത്തെന്ന് പറഞ്ഞുകൂടാ. സത്ത് സാമാന്യം മാത്രമാണ്. വൃക്ഷത്തിനും ചെടിക്കും എല്ലാം ഒരു സത്തയുണ്ട് താനും. ആ സത്തയാണ് സാമാന്യം. വൃക്ഷത്തിൻ്റെ സത്തയും ചെടിയുടെ സത്തയും ഭിന്നമല്ല, ഒന്ന് തന്നെയാണ്. വൃക്ഷത്തെ സംബന്ധിച്ചും ചെടിയെ സംബന്ധിച്ചും അവയുടെ സത്ത ഒരു സാക്ഷിയെന്നല്ലാതെ അതിന് വൃക്ഷത്തോടോ ചെടിയോടോ സംബന്ധമൊന്നുമില്ല. നമുക്കിതൊക്കെ പറയുമ്പോൾ ഒരു അവ്യക്തത തോന്നും. രൂപം നാമം എന്ന ക്രമത്തിൽ സ്ഥലകാല കാരണബന്ധമായി കാണപ്പെടുന്ന വൃക്ഷം എന്ന ഇന്ദ്രിയജ്ഞാനം ഉള്ളിൽ നാമം രൂപമെന്ന ക്രമത്തിൽ പൊന്തി നിൽക്കുന്ന ഒരാശയം മാത്രമാണ്. ആ ആശയം തന്നെ നമ്മുടെ ബോധതലത്തിൽ നാമരൂപങ്ങളെ വിട്ട് സുഷുപ്തിയിലെന്ന പോലെ നിൽക്കുമ്പോൾ ഉപരിപ്ലവമായ ഒരു സത്തയായി മാറുന്നു. തുരീയാവസ്ഥയിലേക്ക് അതിനെ ഉയർത്തിവെച്ചാൽ അത് കേവല ബോധവും ആനന്ദവും സത്തയും നിർവികാരമായി തീരുന്നു. ആ തത്വം തന്നെയാണ് ബ്രഹ്മം. ഗോപികാരമണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ. ഗോപിക ശബ്ദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. അതിൽ പ്രസിദ്ധമായ അർത്ഥമാണ് പ്രകാശമെന്നുള്ളത്. ബ്രഹ്മവും പ്രപഞ്ചവും പ്രകാശങ്ങളുടെ രണ്ട് ധ്രുവങ്ങളാണ്. രമണൻ എപ്പോഴും രമിപ്പിക്കുന്നവനാണല്ലോ, അഥവാ സമന്വയിപ്പിക്കുന്നവനാണ്. ബ്രഹ്മം പ്രപഞ്ചം ഇവ രണ്ടിനെയും സമന്വയിപ്പിക്കുന്നയാളാണ് ശ്രീഹരി. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ദ്വന്ദ്ഭാവങ്ങളെ സംയോജിപ്പിച്ച് മധുരോദാരമായ സന്ദർഭമാണല്ലോ രാസലീല. ഞാനെന്നും എൻ്റേതെന്നുള്ള രണ്ട് ഭാവങ്ങളെയും ഒരുമിപ്പിച്ച ഒരു സന്ദർഭം തന്നെയാണ് രാസലീല. ആ രാസലീലാലോലുപൻ യോഗാചാര്യനുമാണ്. യോഗം എപ്പോഴും സമന്വയമാണല്ലോ. ആദ്യം തന്നെ ഹരിയെ പരമാചാര്യൻ എന്ന് സംബോധന ചെയ്തതിൻ്റെ രഹസ്യം ഇതുതന്നെ ആയിരിക്കാം. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഞാനെന്നും എൻ്റേതെന്നുമുള്ള നാനാത്വബോധമുണ്ടാകുന്നത് അവിദ്യ കൊണ്ടാണ്. ആ അവിദ്യയിൽ നിന്നുത്ഭവിക്കുന്ന നാനാത്വവും മാറി എല്ലാം ഞാനെന്നും ഞാനല്ലാതെ ഒന്നുമില്ലെന്നും ഞാൻ തന്നെയാണ് ബ്രഹ്മമെന്നുമുള്ള ഉറച്ച ബോധാനുഭവമുണ്ടാകാൻ നമുക്കൊരു സത്മാർഗം വേണം.
സാധ്യത്തെ സാധിപ്പിക്കുന്ന സാധനം ഈ സാധകനുണ്ടാകുന്നതിന് ആ നാരായണനെ ഞാൻ നമസ്കരിക്കുന്നു. ശ്ലോകം 3 ഒന്നുകൂടി ചൊല്ലാം. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. നാരായണായ നമ, 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.